കാത്തിരിക്കുകയായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോണ്ടേ? എന്താ നാണമുണ്ടോ? എനിക്കൊരു നാണവും ഇല്ല. എനിക്കറിയാം നീ നാണവും മാനവും ഇല്ലാത്തവളാണോ. പക്ഷേ വീട് വിട്ടിറങ്ങിയിട്ട് ചെറിയൊരു പേടിയുണ്ടല്ലേ? ഈ കൊക്കത്ര കുളങ്ങേണ്ടതാണ്. ഈ കൊക്കിനെ ഞാനങ്ങ് കൊന്ന് കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതിന് കൊള്ളാം. എല്ല് തൊണ്ടേ കുലുങ്ങരുത്. ഒരു തമാശക്കാരി പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാണ് എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അതിനെന്താ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് സംസാരിക്കും? പോയില്ലേ? അതല്ല, പിന്നെ എന്റെ കുസുമത്തോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശ് ചിലവാക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. ഇതൊക്കെ എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. അമ്മേന്റെ ഒമ്പതിനായില്ല. അതിനൊക്കെ കടങ്ങ അടച്ച അല്ല. പിന്നെ ഒരു അറിഞ്ഞൂടാത്ത പെണ്ണോട് ഒറ്റയ്ക്ക് വന്നിരിക്കാനായിരുന്നു ഞാൻ. പിന്നെ എന്തുവാ അറിഞ്ഞൂടാത്ത പെണ്ണ്? പരിചയമില്ലാത്ത പെണ്ണും ഇവരുടെ മധുഭാവം കണ്ട അച്ഛൻ മരിച്ചിട്ട് 10-15 വർഷമായി. അയ്യാത്തിനെ കളവി ഇവിടെ നല്ല വിചാരം ഉണ്ടോ? നിങ്ങൾ അതിന് ചോദിക്കാനാണ് അമ്മ ഈ രാത്രി ഇങ്ങോട്ട് കയറി വന്നത്? അന്നല്ല, ഇതുകൊണ്ട് മോളെ അല്ല, ഇതൊരു അമ്മയായിരുന്നു. ഇത് നീ എന്ത് കരുതി? ഞാൻ കരുതി റൈഡും ആയിരിക്കും. എത്ര കാലങ്ങൾ പറയുന്നു ഇവിടെ ഇറങ്ങുന്ന പരിപാടിയൊക്കെ മാറ്റി നാളെ തന്നെ ഒരു ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണമെന്ന്. എന്തോന്ന് ഗ്യാസ് കണക്ഷൻ? ഇതമ്മ പറയുന്നതാ. എടി നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. എടി അതാ പറയുന്ന സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ പറയാറില്ലേ ഇവിടെ വീട്ടിൽ വിളക്കാണെന്ന്. ഇവിടെ നിന്ന് കത്തിരിക്കുന്ന കാണണം. പെണ്ണിനെ പേടിപ്പിച്ച് പറഞ്ഞേ അറിയാല്ല. പെണ്ണ് കിട്ടാൻ പറ്റി ഒരു കല്യാണം നോക്കിയത് ഒരു കരുണ കാണിയമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മായിയമ്മ പോരിടല്ലേ? വയ്യേ ഒന്നുമില്ല. വയ്യേ ചൂട് കൊടുക്കട്ടെ. ചൂടുവെള്ളം കട്ടഞ്ഞ ചൂടുവെള്ളം ഒന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. നീ ഇതിന് അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നത്. വല്ല ഗതി എനിക്ക് പിടിച്ചിട്ടുണ്ടോ? തീരെ വയ്യ. കട്ടൻ ചായ വേണ്ടമ്മ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ. വേറൊരു കാര്യം, ആൾക്കാരെ ആൾക്കാരെ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങ പിടിച്ചു കൊടുക്കണം. കട്ടിലിരിക്കുന്നു. ഈ കട്ടിലടിയിലെ നാരങ്ങ കൊണ്ടുവയ്ക്കാൻ കട്ടിലുള്ളൂ ഈ വീട്ടിൽ. പങ്ങോട്ട് ഇല്ല മതി. മുറുക്കാൻ കൂടെ കൊണ്ടുവയ്ക്കാം. മുറുക്കാൻ ചോദിച്ചില്ലല്ലോ. അതിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു വേസ്റ്റ് ആക്കണ്ടല്ലോ. വയ്യേ ഒന്നുമില്ലല്ലോ. ചൂടുവെള്ളം. എനിക്ക് ചൂടുവെള്ളം വേണ്ട. നിങ്ങളുടെ കട്ടൻ ചായ വേണ്ട. ചൂടുവെള്ളം ഒന്നും വേണ്ട. ചൂടുവെള്ളം ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങളുടെ പോട്ടെ. ഞങ്ങളുടെ പോകുമ്പോഴേ പോട്ടെ. പോട്ടെ. ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അല്ലെങ്കിൽ ചക്കര വേണം മാറ്റി എടുക്കണേ. ചക്കര മാറ്റിയെടുത്ത വാറ്റിയാരം ഉണ്ടാക്കി നെറ്റിൻകാരം എടുത്തിട്ട് പോന്നില്ലോ. അമ്മയുടെ സ്വഭാവം മാറ്റുന്നത് എന്താ? അമ്മയെ കണ്ടപ്പോ അന്ന് പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ല കേട്ടാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാ ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഈ തള്ളനെ 7 വർഷം കൊടുത്ത് കൊല്ലത്തേ ഉള്ളൂ. എന്താണ് തടി തുറക്കാതെ വരുന്നു. ക്ലാസ് എടുക്കാൻ വന്നതാ. പ്രസന്റ് ഏത് കോളേജ് അധ്യാപകൻ? കോളേജ് അധ്യാപകനല്ല, ഞാൻ പാചകക്കാരൻ. ഉരുട്ട് വീഴ് പാലുകൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുവൻ വന്നതാ. ഉരുട്ട് വീഴാ നീ ഇരുട്ട് വാക്കിനോട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയല്ലേ? എടാ നിനക്കൊരു മര്യാദയില്ല. ഈ സമയത്താണ് ഒരു പണിയായി കയറി വരുന്നത്. ചേട്ടന് ഞാനായിട്ടുള്ള സോഷ്യൽ മെന്റാലിറ്റി ഞാനായിട്ടുള്ള സോഷ്യൽ എടാ നിനക്ക് സോഷ്യലിസ്റ്റ് കാണിക്കാത് കാർൽ മാർക്സിന്റെ മുറിയല്ല, കട്ട പണി ചുമക്കുന്ന സുധാകരന്റെ മുറിയാ. ചേട്ടാ നിന്റെ കണ്ണി കുരു. എടാ ആ ഗ്ലാസ്സിൽ പാലിരിക്കുന്ന മതിയല്ല. പാലിരിക്കുന്നു. അത്
കുടിച്ചിട്ട് തരാൻ പറ്റത്തില്ല. അത് കുടിച്ചിട്ടാണ് എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അതിനകത്ത് എത്ര രൂപ? 25 രൂപ. ഈ സമയത്ത് കൊടുക്കുന്ന 25 രൂപ പോയാ ഇതിൽ ഒഴിച്ച് അടിക്കാൻ ഒരു പൈൻ വാങ്ങാനുള്ള കാശും കൂടെ. എടാ ഈ സമയമായോണ്ട് അല്ലാതെ നീ കത്ത് വീണ റേറ്റിന് പോലും തരാത്തവൻ അറിയുന്ന അതൊക്കെ ഞാൻ ദില്ലിയിൽ വിട്ടു. അയാൾ പോയില്ല. ഇനി എന്തോടാ നിനക്ക് വിടാം? എന്റെ ചൈൽഡ് ഇതാണോടാ നിന്റെ ചൈൽഡ്? ഇത് അണ്ടാകല്ലേ? എന്റെ പൊന്നു കുഞ്ഞ് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ നിൽക്കണോ? പറ്റില്ലോ നാട്ടുകാരെ കൊണ്ടുവന്ന് പറയിപ്പിക്കാനായിട്ട് വയ്യ. അങ്ങനെ വിളിക്കല്ലേ നീ? അതൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സ്വർണ്ണ നിമിഷങ്ങളാണ് എന്റെ ഒന്ന് പറ. അറിയാൻ പാടില്ല. നിനക്ക് മതിക്കടാ. ഒരു ചൂടും എടുക്കട്ടെ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂട് കൊള്ളുന്നത് എവിടെ കിടക്കുന്നു? കളപ്പ് ചിന്തിക്കാമല്ല. ചൂടുവെള്ളത്തിൽ മുക്കേണ്ടേ അറിയത്തുള്ളൂ. ഒരു അമ്മയെ എടുത്ത് ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. എന്തൊന്നും ചോദിച്ചു പോവുകയാണ്. ചോദിക്കും. ക്ഷമിക്കണമല്ലോ. നിങ്ങൾ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കഥ കടത്ത് സല്ലപിക്കരുത്. ഇല്ലില്ല. ഇനിയൊന്നും പേടിക്കാനില്ല. അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കളിച്ച് ജനലടച്ചു. ഇനി ചേട്ടന്റെ വായിടെ കാണിച്ചു അതും അടച്ചു. എന്തോ ഒരു കാര്യം ചോദിക്കാൻ. എന്തോ ഉള്ളൂ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമായിരുന്നു. ഇനി ചേട്ടന് ഒരു മാസത്തേക്ക് ജോലിക്ക് ഒന്നും പോകണം. കല്യാണം കഴിഞ്ഞ നമ്മൾ തറവാട്ട് കയറിയിരിക്കുന്ന എല്ലാം നമ്മുടെ സ്വഭാവം. കല്യാണം തന്നെ നമ്മൾ ജോലിക്ക് വേണം. ഓൾറെഡി പഠനത്തിൽ കേട്ടിട്ടില്ലേ? എന്തോ സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് നമ്മൾ റബ്ബർ വെച്ചാൽ ആപത്ത് കാലത്ത് വൈകിട്ടേ ഉള്ളൂ. അത് പറയാനുള്ള സമയം നല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. കൊണ്ടുപോകാം. 5 മുട്ടായി മേടിച്ചു തരാം. ഒരു പുതിയ ഉടുപ്പും പാറ്റും മേടിച്ചു തരാം. ഇനി പറ മാമന്റെ കൂടെ കിടക്കണം. കേട്ടോ? ഇതിന്റെയൊക്കെ പിന്നെ ചെയ്യാനറിയാമോ? എന്റെ വീട്ടുകാർ ചെയ്യുന്ന പ്ലാനിങ് ആയത്. കാരണം ഞാനൊരു കന്യകനായിട്ട് നിൽക്കണം അവർക്ക്. അല്ലെങ്കിൽ ഈ വീട്ടിൽ എത്ര മുറിവ് പിടി നാരിക ഈ കണ്ണിലെങ്ങനെയാണ് എത്തിയത്? തിരക്കനെ പറഞ്ഞ് വിട്ടിരിക്കുന്നത് എന്റെ അടിയിൽ. നാളെ നേരം പഠിച്ചവരെ മണ്ഡലം ഒന്നും ചെയ്തല്ലെങ്കിൽ ജീവിതം അത് മതി. എന്റെ സ്വഭാവത്തിന് പോലും പറഞ്ഞില്ല. ഇതെന്റെ എന്ത് കുഴപ്പം? ഞാൻ ധരിച്ചിട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇതെന്റെ ആശാസ്ത്രീയല്ലേ? അല്ല നിന്റെ അല്ലല്ലോ. പിന്നെ കൊണ്ട് അതൊന്നും പിടിച്ച് പറയിപ്പിക്കല്ലേ. ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല. നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ പ്രസംഗം. ഒന്ന് ജീവിതം അല്ലെങ്കിൽ ദൈവം. ഇത് രണ്ടു നേരത്തിൽ ഒന്ന് മതി. പാല് ഇന്നാരാണെന്ന് എനിക്ക് ഇന്നൊന്നും അറിയണം.
ചക്ക കുത്തിയിടാൻ നോക്കിയത്. പാതരാത്രി കാണോടാ ചക്ക. അമ്മാവൻ എന്താ ഇവിടെ? ഞാനേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ലേ രാത്രി. യാത്ര പറയാൻ വേണ്ടിട്ടോ. അയ്യോ അമ്മ യാത്ര പറയാൻ വന്നേതാ? ഞാൻ തറവാട്ടിലേക്ക് പോവാ. തറവാട്ടിലോട്ട് പോവാ. തറവാട്ടിൽ പോവാ. അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ അമ്മാവൻ AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അതിന്റെ അമ്മാവി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു. നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരണം. അതിന്റെ കുറവ് ഇപ്പൊ രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം. പണി പോണ്. എന്റെ തറവാട്ടിൽ അടിച്ച് പൊളിക്കാനില്ല. മേച്ചിക്കാണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്റെ എല്ലാവരും ഞാനങ്ങോട്ട് എന്തേലും പറഞ്ഞേ. കഥ അമ്മാവൻ ഇടയ്ക്ക് ഞാൻ അടയ്ക്കണം. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ ഇറങ്ങിയപ്പോ ആദ്യം വട്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അടുത്ത കാണാൻ ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി. ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി. ഇവിടെ എന്റെ തറവാട്ടി സമാധാനം തരുന്നില്ല. പിന്നെ അവന്റെ തറവാട്ടി ചെന്ന് കയറി കൊടുത്ത നീ എന്റെ തറവാട് എത്തുന്നുണ്ടോ? 2 മരക്കൊമ്പും 4 കിലോലയും ചേർത്ത് വെക്കുന്നതാ തറവാട്. കട്ടിക്ക് വന്നിട്ട് പോയില്ലേ? AC ഇല്ലാതെ ഉറങ്ങൂല. അവർക്ക് AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ AC അതപൂർവ എന്റെ അമ്മയെ ചവിട്ടി കൊന്നതാ സുധാകരൻ. ഇനി വാങ്ങി അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്നും കുട്ടിയാൻ പോലും തുറക്കത്തില്ല. ഇത് സത്യം സത്യം സത്യം. അയ്യോ സുധാകരൻ, നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ